സൂപ്പർ പടം. സ്റ്റോറി ഡയറക്ഷൻ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ. ചാക്കോച്ചൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഞ്ചാം പാതിരയുടെ ഒക്കെ അപ്പനായിട്ട് വരും. ഒരു രക്ഷയില്ല പടം. എന്താ വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ ചോക്ലേറ്റ് നായകന്റെ തകർപ്പൻ പെർഫോമൻസ്. ഒരു രക്ഷയില്ല. പക്കാ ത്രില്ലർ. ഒരച്ഛനാണെങ്കിലും ശരി, ഒരു ഓഫീസറാണെങ്കിലും ശരി, ഇതാണ് നിയമം, ഇതങ്ങനെ വിധിക്കണം, ഇതാണ് വിധി. ഓഫീസർ ഓൺ ഡ്യൂട്ടി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻഗേജിങ് ആണ്. നോർമലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തുടങ്ങുന്ന പോലെ, ഒരു പോലീസ് ഓഫീസർ സ്റ്റോറി തുടങ്ങുന്ന പോലെ തന്നെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ടൊരു സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് ഒരു സിനിമയുടെ ഒരു വേദന മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ. ഇപ്പം ഈ സിനിമ പറയും ചാക്കോച്ചനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് എങ്കിൽ പോലും ഇതിൽ വിശാഖിൻ്റെ ഒരു ടീമുണ്ട്. ആ ഒരു ടീമിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പറഞ്ഞാൽ എല്ലാവർക്കും അവർക്കും ഇപ്പം നോർമലി മൂവീസിലൊക്കെ ഇപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു ചെറുതായി വന്നു പോകുന്നു കുറച്ച് ക്യാരക്ടറുകൾ. പക്ഷെ അവർക്കും അതിൽ ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഇത് ഈ സിനിമയിലുണ്ട്. അത് ഭയങ്കര നാച്ചുറലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം സമൂഹത്തിലുണ്ടാവുന്ന ഈ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള പല കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് നടക്കുന്നൊരു മെസ്സേജ് കൂടിയാണ് ഈ സിനിമ. അപ്പോൾ എല്ലാ ആളുകളും സമൂഹത്തിൽ നടത്തുന്ന എല്ലാ ആളുകളും ഈ സിനിമ കാണണം. അതായത് ഇങ്ങനത്തെ ഒരു ത്രെഡ് വേണം സിനിമകളിൽ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സിനിമയിലൂടെ ഒരു മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യാൻ പറ്റുക എന്ന് പറയാം, അല്ലാതെ ആൾക്കാരെ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. പിന്നെ ചാക്കോച്ചൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര ടെററായിരുന്നു ക്യാരക്ടർ. സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ടെററായിരുന്നു. പിന്നെ ഇതിൽ ഇപ്പോൾ നോർമലി നായാട്ട് മൂവി ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു അച്ഛനും മകളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അതിലൂടെ വരുന്ന ഒരു കോളംസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സിനിമകളുടെ ഭാഗമാണ് ഈ സിനിമ. എല്ലാവരും പോയി കാണണം. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നെട്ടിച്ച് പറഞ്ഞാൽ അതിഗംഭീരം. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് വേറെ ലെവൽ. എന്താ പറയുക, ഗെറ്റപ്പ് ചേഞ്ച് തന്നെ വേറെ ലെവലാണ്. ഈ ഒരു വേറെ ലെവൽ ചാക്കോച്ചനെ കാണണമെങ്കിൽ ആ ചോക്ലേറ്റ് ലെവലിൽ നിന്നൊക്കെ മാറിയിട്ട് കാണണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി. വേറെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പറാവുന്നുള്ളത്. വേറെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. എല്ലാം കൊണ്ടും സൂപ്പർ മൂവി. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അതിഗംഭീരം. സ്റ്റോറി എടുത്തു പറയേണ്ട സ്റ്റോറി. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ, കോളേജുകളെല്ലാം എല്ലാം കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറി. എല്ലാം കൊണ്ടും ഒട്ടും ഒന്നും മോശം പറയാനില്ലാത്ത നല്ല അതിഗംഭീര മൂവി. അഞ്ചാം പാതിരക്കൊക്കെ മാറിയേക്കണം. അത് വേറെ, അത് സൈക്കോ ലെവൽ. പക്ഷെ ഇത് ചാക്കോച്ചൻ്റെ ഒറ്റ പെർഫോമൻസ്. ഈ സ്റ്റോറിനെക്കാളും ടോപ്പ് നിൽക്കുന്ന ചാക്കോച്ചൻ്റെ പെർഫോമൻസ് മാത്രം. പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് വേറെ ലെവൽ. ഒന്നും പറയാനില്ല. ഈ ലെവലിലുള്ള ഒരു ചാക്കോച്ചൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അഞ്ചാം പാതിരയിലൊക്കെ ഒരു സാധാ ലെവലാണ്. പക്ഷെ ഇതിലതല്ല, ടോട്ടലി ഗെറ്റപ്പ് ചേഞ്ചാണ്. എല്ലാം കൊണ്ടും മറ്റുള്ള യൂത്തമാരെക്കാട്ടി ടോപ്പിൽ നിൽക്കുന്നൊരു പെർഫോമൻസാണ് എനിക്ക് കാണാൻ പറ്റിയത്. ടോട്ടലി മാറി. ചാക്കോച്ചൻ ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറ്റിയിട്ട് ഈ ലെവലിലേക്ക് കുറച്ചുകൂടി തുടർന്ന് പോട്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും നല്ല സൂപ്പർ പെർഫോമൻസ്. ഈ പടമാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്നും മോശം പറയാനില്ല. അടിപൊളിയാണ്. ആ പടം സൂപ്പർ പടം. കിടിലം പടം. നല്ല പെർഫോമൻസ് ആണ്. ചാക്കോച്ചൻ നല്ല രീതിയിലുണ്ട്. ചാക്കോച്ചൻ്റെ തുടക്കം തന്നെ ഉണ്ടല്ലോ, കാണിക്കുമ്പോൾ ഒരു തുടക്കം തന്നെ നല്ല ഭംഗിയായിട്ടാണ്. അതൊരു ഗൗരവത്തോടെയാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് തന്നെ. വണ്ടി ഇറങ്ങി വരുന്ന പോക്കൊക്കെ നല്ല പൗരുഷത ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടിങ് ആണ്. ഒരുപാട് മാറ്റമുണ്ട്. ആ ക്യാരക്ടർ കറക്റ്റ് മീറ്റർ പിടിച്ചാൽ ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്. ആക്ഷനും സൂപ്പറാണ്. ചാക്കോച്ചൻ നല്ല രീതിയിൽ നേരത്തെ കണ്ട് നല്ല രീതിയിൽ ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം മലയാള ഡയറക്ടർമാരുടെ അപേക്ഷയുണ്ട്. ചാക്കോച്ചന് ആക്ഷൻ ഇനി പ്രാധാന്യം കൊടുക്കണം. ചാക്കോച്ചന് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ ചെയ്യിക്കുന്നില്ല. അന്നും ഇന്നും ചാക്കോച്ചൻ തല്ലി മേടിക്കുകയല്ല, കൊടുക്കുന്നില്ല. ഇതിനകത്തും തല്ലി കൊടുക്കുന്നതല്ലാതെ ഒരു മാസം അങ്ങോട്ട് കൊടുത്ത് ഹീറോസം കാണിക്കാൻ പറ്റുന്നില്ല. ഇതുവരെയായിട്ട് അന്നും ഇന്നും അനിത്യപ്രാവും ഒരു ഈ പടം വരെ സംഭവിച്ചിട്ടില്ല ഒരു ഹീറോസം. ആ ഒരു ഹീറോസിനകത്ത് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ പറയുന്നത് എല്ലാവരും വേസ്റ്റ് ചെയ്യുക പടമാണ്. ചാക്കോച്ചൻ എല്ലാ പടം നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ പടം ആ അടി കൊടുക്കുക അല്ലാതെ മേടിക്കുകയല്ല, കൊടുക്കുന്നില്ല. ഇതിനകത്ത് എല്ലാ മലയാള ഡയറക്ടർമാരുടെ ഇത് അപേക്ഷയുണ്ട്. ചാക്കോച്ചൻ ഇനി അടുത്ത പടത്തിലും നല്ല രീതിയിൽ ആക്ഷൻ പ്രാധാന്യം കൊടുക്കണം, മാസ് ഹീറോയിസം കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു ഫാൻ എന്ന രീതിയിൽ, ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പോയി എന്ന രീതിയിൽ ചാക്കോച്ചൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റെ ഒരു അപേക്ഷയാണ്. നല്ലൊരു മാസ് കൊടുക്കണം. ഇതിനകത്തൊരു മാസ് ഞാൻ പ്രതീക്ഷ. ഇതിനകത്ത് പിള്ളേരുടെ എടുത്തിട്ട് വിളയാടുമെന്ന് ചാക്കോച്ചനെ. അവിടെയും ചാക്കോച്ചൻ തോറ്റു.
ഇനി തോക്കാൻ ചാക്കോച്ചനെ ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം ഇതെല്ലാവരിലേക്ക് എത്തണം. ചാക്കോച്ചന് ഇനി ഇതിൽ ആക്ഷൻ കൊടുക്കണം. ചാക്കോച്ചനെ നിങ്ങൾ ശശിയാക്കരുത്. നല്ല ആക്ഷൻ കൊടുക്കണം, നല്ല പ്രാധാന്യം കൊടുക്കണം, ഇതിൽ ആക്ഷൻ കൊടുക്കണം. അതിൻ്റെ ആഗ്രഹമാണ്. ഫസ്റ്റ് വാച്ച് പടം നല്ലതാണ്, നല്ല ക്ലൈമാക്സ് ആണ്. ചാക്കോച്ചന്റെ പെർഫോമൻസ് ഗംഭീരം, വീട്ടിലെ ഗംഭീരം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു കലാകാരനാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെ ഒരു ഓഡീഷൻ ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കിയത്. ഞാൻ ഇവിടെ വന്ന് ഓരോ വർക്കൊക്കെ ചെയ്തില്ലേ, ഓരോ സിനിമയുടെ ക്യാരക്ടറോട് ചെയ്തില്ലേ, അതൊരു ഓഡീഷൻ ഭാഗമായിട്ട് നിങ്ങൾ കരുതായി. കാരണം ഇതിന് ചാക്കോച്ചൻ ഒരുപാട് ആക്ടറിൻ്റെ രീതിയിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ തുടക്കം തന്നെ കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന് ആദ്യത്തെ വരവ് തന്നെയാണ് പറയുക പൊളി ലുക്ക്. അന്നപ്പം തന്നെ കൈയടിച്ചു, അതൊക്കെ മാസാ പൊളിയാ. ആക്ഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആക്ഷനിൽ ഉച്ചയോടെ പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുക്കണം ആഗ്രഹം.